അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിയുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. പരിശുദ്ധമായ ഈ തപസ്സുകാലത്ത് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തായ കൃപയുടെ അനുഭവമാണ് അനുരഞ്ജനം. ഹൃദയപൂർവ്വം സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പാത്രീഭൂതരാകുവാൻ ദൈവം നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് കൂടുതൽ കൃപയോടെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴവും അർത്ഥവും സ്വന്തമാക്കാം. വിശുദ്ധ ബൈബിളിൽ മോശയുടെ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിട്ടാണ് അയൽക്കാരെ സ്നേഹിക്കുക എന്ന കൽപ്പന ലേവിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ അയൽക്കാരെന്നത് സ്വന്തം ജനത മാത്രമാണ്, അന്യരെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ക്രിസ്തു സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടുന്ന കൃപയുടെ പൂർണ്ണതയാണ് അയൽക്കാർ എന്ന പദത്തിലൂടെ യേശു അർത്ഥമാക്കുക. എല്ലാവരെയും ദൈവമക്കളായി കരുതുക. അപ്പോൾ വേർതിരിവുകളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മനസ്സിലാക്കാനും സാധ്യമാകും. നാം ഹൃദയപൂർവ്വം മാപ്പ് നൽകുമ്പോൾ മാത്രമാണ് ദൈവമക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തിന് നമ്മൾ അർഹരായിത്തീരുക. വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറയ്ക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവൻ കർത്താവിനോട് കരുണ പ്രതീക്ഷിക്കുന്നത് എങ്ങനെ? തന്നെ പോലുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വച്ചു പുലർത്തുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പന അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതൻ്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. ഇത് ഒരു ക്ഷണമാണ്. ഈ വിശുദ്ധമായ തപസ്സുകാലം സ്വർഗം നമ്മെ വിളിക്കുന്നത് നമ്മുടെ തെറ്റുകൾ ഹൃദയപൂർവ്വം സ്വർഗം ക്ഷമിക്കാൻ, നാമും ഹൃദയപൂർവ്വം നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് മാപ്പ് നൽകിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ സ്നേഹം സ്വന്തമാക്കാൻ, അവിടുത്തെ കൃപയുടെ വഴിയെ നടക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നാമും പരിപൂർണരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവം ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും പരിപൂർണരായിരിക്കുന്ന പോലെ മനുഷ്യരായ നമ്മൾ മനുഷ്യൻ്റെ രൂപത്തിലും ഭാവത്തിലും ജീവിതത്തിലും ക്ഷമയിലും കരുണയിലും നമ്മൾ ആ ഒരു കൃപയുടെ ഭാവം പ്രകടമാകുക തന്നെ വേണം. ദൈവിക കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളിൽ സ്വാർത്ഥതയും ശത്രുതയും വളരുക. ദൈവത്തിൻ്റെ അരൂപി നമ്മളിൽ നിറയുമ്പോൾ ഹൃദയപൂർവ്വം പൊറുക്കുവാനും മാപ്പ് നൽകുവാനുമുള്ള വിശാല മനസ്ഥിത നമുക്കുണ്ടാകും. നാം ക്ഷമിച്ച് സ്നേഹിക്കുവാനും മറ്റുള്ളവരായിരിക്കുന്ന പോലെ അംഗീകരിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് കുറച്ചുകൂടി സ്നേഹത്തോടെ ആർദ്രതയോടെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അംഗീകരിക്കുവാൻ പരിശ്രമിക്കാം. സ്വർഗത്തിലെ ദൈവം നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നത് പോലെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ അവരായിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, സ്നേഹിക്കുവാൻ പരിശ്രമിക്കാം. യേശു ചോദിക്കുന്നു, നിങ്ങൾ ശത്രുത വച്ച് പുലർത്തുന്നുവെങ്കിൽ നിങ്ങളും ചുങ്കക്കാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?
നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമാണ് സ്നേഹിക്കുന്നതെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധമായ ഈ കാലഘട്ടത്തിൽ ഹൃദയപൂർവ്വം പൊറുക്കുവാൻ വേണ്ട കൃപാവരം സർവശക്തനായ ദൈവത്തിൽ നിന്ന് നമുക്കും യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.